കാലുകൾ ബെൻഡ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ദെൻ ഓപ്പോസിറ്റ് ട്വിസ്റ്റ് ചെയ്യാം. എന്ത് വർക്കൗട്ട് ചെയ്താലും രണ്ട് സൈഡിലേക്കും ചെയ്യണം കേട്ടോ. ഇതൊരു 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് രണ്ട് കൈയും ഒരേ സൈഡിലേക്ക് വയ്ക്കുക. ഫോർഹെഡ് ഡൗൺ ചെയ്യാം. കുറച്ച് സമയം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം തിരിച്ചു വരാം. സെയിം തന്നെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യണേ. ഇനി കാല് ബെൻഡ് ചെയ്തുകൊണ്ട് തന്നെ മലർന്ന് കിടക്കുക. പെയിനുള്ള കാല് മറ്റേ കാലിലേക്ക് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് കാൽമുട്ടിൽ രണ്ട് കൈ കൊണ്ടും പ്രസ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യാം. സെയിം പൊസിഷനിൽ കിടന്നിട്ട് താഴെ വെച്ച കാലിനെ രണ്ട് കൈ കൊണ്ടും ഹഗ് ചെയ്തിട്ട് കാല് ക്ലോസറായിട്ട് കൊണ്ടുവരിക. 10 സെക്കൻഡ്സ് ഈ സ്ട്രെച്ചിങ് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ശ്വാസം 10 തവണ എടുത്ത് വിട്ടിട്ട് റിലീസ് ചെയ്യാം. ഇനി രണ്ട് കാലും സ്ട്രെച്ച് ഔട്ട് ചെയ്ത് കിടക്കുക. ഒരു കാല് ബെൻഡ് ചെയ്ത് ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഓപ്പോസിറ്റ് കൈ കൊണ്ട് താഴേക്ക് പ്രസ് ചെയ്യാം. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുക. ഷോൾഡർ താഴെ ടച്ച് ചെയ്യണം. രണ്ട് സൈഡും ഒരേപോലെ തന്നെ വർക്കൗട്ട്സ് ചെയ്യാൻ നോക്കുക. ബൈ.